ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് ഇപ്പോൾ 5000-ലധികം ആളുകൾ, 5100 അടുത്ത് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ എല്ലാവരുടെ അടുത്തും. ലോ ഓഫ് അട്രാക്ഷന്റെ വീഡിയോസ് ആണ് കൂടുതലായിട്ടും ആളുകൾ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുന്നത്. ട്രാവലിംഗ്, കുക്കിംഗ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ തുടങ്ങുമ്പോൾ അങ്ങനെയായിരുന്നു. ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ പിന്നെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. എങ്കിൽ പിന്നെ ബാക്കിയുള്ളവരിലും കൂടെ അത് എത്തുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ക്ലാസ്സുകൾ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മെയിൽ തുടങ്ങാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ദൈവാനുഗ്രഹത്താൽ. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ തുടക്കക്കാർക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലാതെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോ അങ്ങനെയുള്ളവരൊന്നും അല്ല. ഇത് എന്താണ്, അല്ലെങ്കിൽ ഇത് തുടക്കത്തിലെ വീഡിയോസ് ഒക്കെ കണ്ടു, പക്ഷെ എന്നാലും ഒരു ശരിയായൊരു ഗൈഡൻസ് ഇല്ലാതെ അത് നമുക്ക് സ്ഥിരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും ആവശ്യമാണ് എന്ന് കുറെ ആളുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തന്നെയാണ് നമുക്ക് ക്ലാസ്സുകൾ വെക്കാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും പ്രശ്നം ഇത് തന്നെയാണ്, സമയത്തിന്റെ തന്നെയായിരുന്നു. എല്ലാ ദിവസവും ഒരു 50 മിനിറ്റ് അടുത്തെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രാണായാമ, സൂര്യ നമസ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റിവെച്ച് പോകുന്നുണ്ട്. ചില ദിവസങ്ങളിൽ എക്സസൈസ് കാര്യങ്ങളിലാണ് പിന്നെയും കുറച്ചൊരു സമയത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ എനിക്ക് ഉണ്ടാവുക. എന്നാലും കൃത്യമായിട്ട് ബാക്കിയുള്ള പ്രാക്ടീസുകൾ കാര്യങ്ങളെല്ലാം മുടക്കം കൂടാതെ ജനുവരി തുടങ്ങി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെ തിരക്കിട്ട് ഓടുന്ന, അതായത് ജോലിയും കുടുംബവും ഒരേപോലെ കൊണ്ടുപോകുന്നതായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പൊ പുരുഷന്മാർക്കാണെങ്കിലും. അതായത് അവർ രാവിലെ 6 മണി 6:30 മണി ആകുമ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി എങ്ങനെ വന്നാലും ഒരു 8 മണിയോടൊക്കെ കൂടിയാണ് തിരിച്ചെത്തുക. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകൾ ചെയ്യണം എന്നുണ്ട്, പക്ഷെ സമയം എന്ന് പറയുന്നത് ഒരു പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു റുട്ടീൻ ഒന്ന് സെറ്റ് ചെയ്ത് തരാമോ? ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? കാരണം 4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷെ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാലും ഒരു 10 മിനിറ്റ് പോലും മാറ്റി വെക്കാനില്ല എന്നാണ് പറഞ്ഞത്. കാരണം 4 മണിക്ക് തുടങ്ങിയാലാണ് 6 മണിയാവുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും തീർത്ത 6:30 മണിക്ക് ഉള്ള ബസ്സിന് പോകാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും 8 മണി, ചിലപ്പോൾ ബ്ലോക്കൊക്കെ ആണെങ്കിൽ 8:30 മണിയാകും വീടെത്തുമ്പോൾ. വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബാക്കി വീട്ടിലെ ജോലികൾ ബാക്കി ഉണ്ടാവും. അതും കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ച് കിടന്നാ മതി എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് മനസ്സിലാകും ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും അവർക്ക് ആഗ്രഹമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊന്നും തന്നെ നമുക്ക് ചിട്ടയായിട്ട് ഇന്ന പോലെ തന്നെ കൊണ്ടുപോയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പോകണം എന്നൊക്കെ ഒരു റുട്ടീനായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുക? ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ പറയുകയാണ്, ഇത് ഇന്ന സമയത്ത് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, ഇല്ലാതെ ചെയ്തിട്ട് ഇതിനകത്ത് ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു, എനിക്ക് ആ ടൈമിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞു അല്ലെ. എന്താ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്? ശരിക്കും നമ്മുടെ മനസ്സിനകത്ത് പ്രവർത്തിക്കുന്ന, നമ്മളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇത് മറ്റൊരാൾക്ക് അതിനകത്ത് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ് വാസ്തവം. ഒരാളുടെ ചിന്തകളെയും അവരുടെ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് മറ്റൊരാളാകുന്നത് എത്രത്തോളം ശരിയാവുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ടാണ് ഇത് നമ്മളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് അതിന്മേൽ തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് അതിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരിക. എന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അത് ഇങ്ങനെ തന്നെ പോകണം, അങ്ങനെ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോന്നിയിട്ട് ചെയ്തിട്ടോ ഒന്നും, പക്ഷെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വേണ്ടിയിട്ട് മാത്രം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു, മറ്റൊന്നും അല്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് കേട്ടോ. അപ്പൊ ബാക്കിയുള്ളവർക്ക് വെറുതെ കേട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ തിരക്കിട്ട് ഓടുന്ന വീട്ടമ്മമാർക്കല്ല, വീട്ടിലെ ജോലിയും ഇത് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകണം എന്നുള്ളതായിട്ടുള്ള ആളുകൾക്ക്, ആഗ്രഹമുണ്ട് എന്നുള്ളവർക്ക് നിങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ. ഈ 3 കാര്യങ്ങൾ. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് ഇത് 3ഉം എന്തിലേക്കാ കൊടുക്കുന്നേ? നമ്മുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് അല്ലെ, നമ്മുടെ ഉപബോധ മനസ്സിലേക്കാണ് ഇത് പ്രവർത്തിക്കേണ്ടത്.
അപ്പൊ ആ ഉപബോധ മനസ്സിലേക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയണമെങ്കിൽ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്നതായിട്ടുള്ള, അതിന് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സമയമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് എല്ലാ ആളുകളും രാവിലെ ഉണർന്നു കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂറിനകവും രാത്രി നമ്മൾ ആ ഉറക്കത്തിലേക്ക് പോകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നതും ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ 2 സമയങ്ങളും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറെക്കുറെ, അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ, കാരണം എല്ലാ ശരീരത്തിന്റെ അവയവങ്ങളും ഒരു റെസ്റ്റിലേക്ക് പോകുന്നു. അതേപോലെ ആ റെസ്റ്റിൽ നിന്ന് ഉണരുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും അധികം ചിന്തകളോ പുറത്തു നിന്നുള്ള ഒരുപാട് ശബ്ദകോലാഹലങ്ങളോ ഒന്നും നമ്മളെ അലട്ടാത്ത ഒരു ടൈമില് സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് പറഞ്ഞാലും അത് റിയാലിറ്റി ആണ് എന്ന് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. വേറെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അധികം വരാത്ത ഒരു ടൈം. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ 4 മണിക്ക് ഉണരുന്നവരാണ്, ഒരു 10 മിനിറ്റ് പോലും മാറ്റി വെക്കാനില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. നമ്മളൊരു പഴഞ്ചൊല്ല് പണ്ട് പറയില്ലേ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്ന പോലെ വേണം എന്നുള്ള ആ ഒരു, അതായത് തീവ്രമായ ആഗ്രഹം, എനിക്കിത് വേണം, ഈ ഒരു കാര്യത്തിന് വേണ്ടി 24 മണിക്കൂറിൽ എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാനില്ലെങ്കിൽ ഞാൻ എന്തിനാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന ഒരു കാര്യം, ദൃഢനിശ്ചയം നമ്മളുടെ മനസ്സിൽ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനായിട്ടുള്ള. എല്ലാവരുടെ അടുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനും ജോലിക്ക് പോകുന്ന ഒരാളാണ്, പക്ഷെ ഇത്ര നേരത്തെ എനിക്ക് പോകേണ്ടതില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ എനിക്കും ദൂരെ ഒരു സ്ഥലത്താണ് ജോലിക്ക് പോകേണ്ടിയിരുന്നത്. രാവിലെ 6 മണിക്ക് ഇതുപോലെ തന്നെ പോകണം. ബാക്കി ഫാമിലി മെമ്പേഴ്സിന്റെ ഒന്നും സപ്പോർട്ട് ഇല്ലാന്നിരിക്കട്ടെ, അപ്പോഴും നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഉറക്കം സാക്രിഫൈസ് ചെയ്യാം. പക്ഷെ ഉറക്കം സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആരോഗ്യപരമായിട്ട് എത്ര നാൾ നമുക്ക് പോകാനായിട്ട് സാധിക്കും? കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ പോകുമായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ശരീരം ഓരോരോ സൂചനകൾ തരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഉറക്കവും നമുക്ക് വേണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ടൊരു സ്പേസ് കണ്ടെത്തുക എന്നുള്ളത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് രാവിലെ കണ്ണ് തുറക്കുന്ന വഴിയെ, നിങ്ങളിപ്പോ 4 മണിക്കാണ് ഉണരുന്നെങ്കിൽ ഒരു 3:55 നിങ്ങൾ അലാറം സെറ്റ് ചെയ്തോളൂ. എന്നിട്ട് 5 മിനിറ്റ് ടൈം അവിടെ കിട്ടുമല്ലോ. ആ 5 മിനിറ്റ് ടൈം എന്ന് പറയുന്നത് ആ ബെഡിൽ കിടന്നുകൊണ്ട്, എന്തായാലും നമ്മൾ ഉറങ്ങിയാൽ ചാടി എഴുന്നേക്കില്ല അല്ലെ, കട്ടിലിൽ നിന്ന് ഉറക്കം കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചാടി എഴുന്നേൽക്കരുത് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഒരു 5 മിനിറ്റ് ടൈം നമുക്ക് ആ ബെഡിൽ കിടക്കാനായിട്ട്, അല്ലെങ്കിൽ പതിയെ എഴുന്നേറ്റിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മതി. ഈ 5 മിനിറ്റിൽ നിങ്ങൾക്ക് പറയാവുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദൈവമേ, ഇന്നത്തെ നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സൗഭാഗ്യങ്ങൾക്ക് ആ ഒരു 5 മിനിറ്റ് ടൈം നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുത്ത് നന്ദി പറയാം. ഇങ്ങനെ ഒരു ദിവസം എനിക്ക് തന്നതിന് നന്ദി. ആരോഗ്യപരമായിട്ട് എനിക്ക് ഇന്നത്തെ ദിവസങ്ങളിൽ എല്ലാ കാര്യവും ചെയ്യാൻ സാധിച്ചതിന് നന്ദി. അതായത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അഡ്വാൻസ് ആയിട്ട് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള വർക്കാണെങ്കിൽ, ഇന്ന് എനിക്ക് കൃത്യസമയത്ത് ഓഫീസിൽ എത്തിച്ചേരാൻ സാധിച്ചതിന് നന്ദി. നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സാധിച്ചതിന് നന്ദി. എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നതിന് നന്ദി. എൻ്റെ കുടുംബജീവിതവും ജോലിയും രണ്ടും ഇത്ര ഭംഗിയായിട്ട് എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതിന് നന്ദി. എനിക്കിതെല്ലാം ചെയ്യാനായിട്ടുള്ള ആരോഗ്യം തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി. നല്ലൊരു ഉറക്കം എനിക്ക് ലഭിച്ചതിന് നന്ദി. എൻ്റെ കാഴ്ചശക്തിക്ക് നന്ദി. എൻ്റെ അറിവുകൾക്ക് നന്ദി. എൻ്റെ പ്രവർത്തനാക്ഷമതയ്ക്ക് നന്ദി. എൻ്റെ കോൺഫിഡൻസിന് നന്ദി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇത് നിങ്ങൾക്കൊരു 3 മിനിറ്റ് 4 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പറയുമ്പോൾ തന്നെ അന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതിനുള്ള കാര്യങ്ങളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിൽ, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം നടന്നു കഴിഞ്ഞു, അത് ഭംഗിയായിട്ട് ദൈവാനുഗ്രഹത്താൽ നടന്നു കഴിഞ്ഞു, അതിനുള്ള നന്ദി നിങ്ങൾക്ക് ആദ്യം പറയാം. ഇനി നിങ്ങൾക്ക് മെല്ലെ എഴുന്നേറ്റ് പോയി നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, മുഖം കഴുകി പല്ലൊക്കെ തേച്ച്, അപ്പൊ ആ ഒരു ടൈമിലും നിങ്ങൾ ചെറു ചൂടുവെള്ളമൊക്കെ അടുക്കളയിൽ പോയി കുടിച്ചിട്ട് ഇനി പണി ചെയ്യുകയാണെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾ അഫർമേഷൻ പറഞ്ഞോളൂ. ഈ അഫർമേഷൻ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫർമേഷൻ ശരിക്കും ആ ഫീലോട് കൂടി, നമുക്ക് എഴുതാനുള്ള സമയമൊന്നും അങ്ങനെയുള്ളവർക്കില്ല.
അപ്പൊ പറയുമ്പോൾ തന്നെ ആ ഒരു ഫീൽ യഥാർത്ഥത്തിൽ കിട്ടണമെന്നില്ല. കാരണം ജോലിയുടെ ഇടയ്ക്കാണിത് എങ്കിൽ അതാണ് റോബോട്ടിക് അഫർമേഷൻ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. യാന്ത്രികമായിട്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. റെപ്പറ്റീഷൻ ആണ് അവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഫീലിങ്സിനേക്കാൾ റെപ്പറ്റീഷന് പ്രാധാന്യം കൊടുക്കുന്ന റോബോട്ടിക് അഫർമേഷൻ നിങ്ങൾക്ക് പറയാം. ഈ അഫർമേഷനെ കുറിച്ച് തന്നെ ഞാനൊരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ അഫർമേഷൻ, അതായത് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് വരുമാനം, സമ്പത്ത്, അല്ലെ, പണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ജോലി, സമ്പത്ത്, ഏറ്റവും പ്രധാന ആരോഗ്യം, ജോലി, സമ്പത്ത്, ഇതിനൊക്കെ ആയിട്ടുള്ള അഫർമേഷൻസ് ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ അതിൽ അഫർമേഷൻസ് എല്ലാം ഞാൻ പറയാം കേട്ടോ. എത്ര തവണ നമുക്ക് വേണമെങ്കിലും പറയാം. ഏതൊക്കെ അഫർമേഷൻ പറയണം എന്നുള്ള കാര്യം പറയാം. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള ഈ അഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നു, അതൊക്കെ ഇപ്പോൾ എനിക്ക് ലഭിച്ചു എന്നാണ് നിങ്ങൾ അഫർമേഷനിലൂടെ പറയേണ്ടത്. ആരോഗ്യമാണെങ്കിൽ എനിക്ക് നല്ലൊരു ആരോഗ്യം കിട്ടിയതിന്, ഞാൻ ആരോഗ്യവതിയായിരിക്കുന്നതിന് നന്ദി, ഞാൻ കോൺഫിഡൻസ് അല്ലെങ്കിൽ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായതിന് നന്ദി, ഞാൻ എല്ലാ പ്രവൃത്തികളിലും വിജയിക്കുന്നതിന്, എല്ലാ ജോലിയിലും ഞാൻ ശോഭിക്കുന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ പറയാം. കൃത്യസമയത്ത് എൻ്റെ ജോലികൾ എനിക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന എൻ്റെ കഴിവിന് നന്ദി എന്ന് പറയാം. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോളൂ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയണ്ട, ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് ആ റോബോട്ടിക് അഫർമേഷന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് പറയാം ഇതുപോലെ ജോലി തിരക്കുള്ള ആളുകൾക്ക്. ഇനി അഫർമേഷൻ കഴിഞ്ഞാൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ടൈമിലൊന്നും സാധിക്കില്ല, ജോലി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ആ കിടക്കുമ്പോൾ എന്ത് ചെയ്യാം, ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് അതൊന്ന് സങ്കല്പിച്ച് നിങ്ങൾ ഉറങ്ങുക. അറ്റ്ലീസ്റ്റ് ഈ 3 കാര്യങ്ങൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും ഒരു ദിവസം രാവിലെ 5 മിനിറ്റും വൈകിട്ട് 5 മിനിറ്റും മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു കാര്യം എത്ര തിരക്കിട്ട് ഓടുന്ന ആളുകൾക്കും ഫാമിലി, ജോലി ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻ, വിഷ്വലൈസേഷൻ ഈ 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത ദിവസം തന്നെ അഫർമേഷന്റെ തന്നെ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദി.